ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാവിലെ ഇന്ന് എണീച്ചപ്പോൾ തന്നെ ഫുൾ മഞ്ഞായിരുന്നു പുറത്ത്. അമ്മ കട്ടൻ ചായ കുടിച്ചുകൊണ്ട് സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ മെല്ലെ അടുക്കളയിൽ പോയി നോക്കുമ്പോൾ അവിടെ കലത്തിൽ ചോറ് വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അടുക്കളയിൽ പോയി നോക്കുമ്പോൾ കട്ടൻ ചായ അനത്തിയിട്ടുണ്ടായി. പക്ഷേ ഏട്ടന് ചുക്ക് കാപ്പി തന്നെ വേണം. അപ്പോൾ ചുക്ക് കാപ്പി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചു. വെള്ളം വെട്ടി തിളച്ചപ്പോഴത്തേക്ക് ഞാൻ ചുക്ക് കാപ്പീൻ്റെ മിക്സ് ഇട്ടു. അത് മിക്സ് ആയതുകൊണ്ട് പെട്ടെന്നാവുമല്ലോ. അത് തിളച്ചു പൊന്തിയപ്പോഴത്തേക്ക് ഞാൻ ഓഫാക്കി. ഏട്ടന് വേണ്ട കട്ടൻ കാപ്പി ഞാൻ ഗ്ലാസ്സിലേക്ക് മാറ്റി ഏട്ടന് കൊടുത്തു. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു. അപ്പോൾ ദോശമാവ് ഒന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി വെച്ചു. കുറച്ച് പൊന്തി വന്നിട്ടുണ്ടായപ്പോൾ അതുകൊണ്ട് ഇളക്കി മിക്സാക്കി ഞാനത് അവിടെ മാറ്റി വെച്ചു. ഇന്നത്തെ ഭക്ഷണത്തിനുള്ള കറി ഞാനാണ് റെഡിയാക്കുന്നത്. അതിനുവേണ്ടി മഷ്റൂം 2 പാക്കറ്റായിട്ട് ഇന്നലെ തലേ ദിവസത്തെ വേണിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ ഏട്ടനും ഭയങ്കര ഇഷ്ടം. അപ്പം അങ്ങനെ 2 പാക്കറ്റ് കൂൺ വേണിച്ചിട്ടുണ്ടായിരുന്നു. മഷ്റൂം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിൽ വെള്ളം ഒഴിച്ചു കഴുകി അത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ഞാൻ ഡയറക്റ്റ് അത് കുറച്ച് മുറിച്ചൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അമ്മ എനിക്ക് ഒരു ഗ്ലാസ് ചായ കൊണ്ടുതന്നു. ആ ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മഷ്റൂമിന് ഞാൻ നേരെ അടുപ്പത്ത് ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു. കടുകും പൊട്ടിച്ച് ഞാൻ ഡയറക്റ്റ് മസാല പൊടി ഇട്ടിട്ട് ഫസ്റ്റ് ഇളക്കിയിട്ടാണ് കേട്ടോ മഷ്റൂം അതിൻ്റെ തേടാക്കിയത്. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി, സോറി. അപ്പോൾ കടുകെല്ലാം ഇട്ട് പൊട്ടിച്ച് മഷ്റൂം അതിൻ്റെ അകത്തേക്ക് തട്ടി എല്ലാം കൂടി ഒരുമിച്ച് തട്ടിപ്പൊത്തി ഇളക്കി വെച്ച്. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ അമ്മ നേരെ ദോശ ചുടുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു ഗ്യാസിൽ അമ്മ പാചകം, ഒരു ഗ്യാസിൽ ഞാനും പാചകമായിരുന്നു. അപ്പോൾ അമ്മ അവിടെ ദോശ ചുട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അതിലിടയ്ക്ക് ഞാൻ വേഗം എൻ്റെ കൊച്ചിനെ വിളിക്കാൻ പോയി. അവൻ UKG-യിലായിരുന്നു. അപ്പോൾ LKG പഠിക്കുന്ന കുട്ടിയാണ്. LKG പഠിക്കുന്ന അവനെ വിളിച്ചെണീപ്പിച്ച് കുറച്ച് സമയം കഴിയും. ഞാനൊരു 9 മണിക്കുണ്ട്, ശരിക്കും 9 മണിക്കായിരുന്നു പോകുന്നത്. അപ്പം ഞാനൊരു 7:30 മുതലേ വിളിക്കാൻ തുടങ്ങി. 7 മണി മുതൽ വിളിക്കാൻ തുടങ്ങും. അരമണിക്കൂറോളം ഞാൻ അവനെ വിളിച്ചായാലേ അവനെ എണീക്കുള്ളൂ. അവനെ വിളിക്കുന്ന തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് അച്ഛനും അമ്മയും കൂടി മീൻ മേടിക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി മത്തി കിട്ടി കേട്ടോ. ആ മത്തിക്കറി അമ്മ ഏറ്റെടുത്തു, ഞാൻ അമ്മേൻ്റെ ദോശ ഏറ്റെടുത്തു. അപ്പോൾ ദോശ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ദോശ ഞാൻ ആക്കിക്കൊണ്ടിരുന്നു. അതിന് നേരെ എൻ്റെ മഷ്റൂം കറി ഞാൻ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. മഷ്റൂം കറി അപ്പുറത്തുനിന്ന് തിളക്കുന്നുണ്ടായിരുന്നു. ദോശ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് മഷ്റൂം കറി തിളക്കുമായിരുന്നു. അപ്പം രണ്ടും കൂടി ഒരുമിച്ച് ഞാൻ നോക്കിക്കൊണ്ടുപോയി. അത് കഴിഞ്ഞ് മഷ്റൂം കറി റെഡിയായി. ഞാൻ അത് അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചു. അടുത്തത് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു. വഴുതനങ്ങയും വെണ്ടയ്ക്കയായിരുന്നു മെഴുക്ക് വരട്ടിയാക്കുന്നത് കേട്ടോ. ഞാൻ പാൻ ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുകും പൊട്ടിച്ചിട്ട് വെളുത്തുള്ളിയും ഇട്ടു കേട്ടോ. ഒരു ടേസ്റ്റിന് വെളുത്തുള്ളി ഇട്ടു. എന്നിട്ട് അതിൻ്റെ അകത്ത് ഡയറക്റ്റ് മുറിച്ച് വെച്ച പച്ചക്കറികൾ അരിഞ്ഞ് അങ്ങനെ തന്നെ ഇട്ടു. മിക്സാക്കി കേട്ടോ. അപ്പോഴത്തേക്ക് എൻ്റെ ദോശ കരിഞ്ഞോ എന്നൊരു സംശയം. ഞാൻ അവിടുന്ന് പൊളിച്ച് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് സത്യമായിട്ടും കുറച്ച് കരിഞ്ഞു പോയി. പിന്നെ ഞാനത് അടിമറിച്ചിട്ടു. പിന്നെ എൻ്റെ വെളുത്തുള്ളി കുറച്ച് മൂത്തപ്പോഴത്തേക്ക് ഞാൻ ആ മിക്സ് അതിൻ്റെ അകത്ത് തട്ടി അത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മിക്സാക്കി ഞാൻ അടുപ്പത്ത് തന്നെ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ എൻ്റെ മോനെ രണ്ടാമതും വിളിക്കാൻ പോയി. അവനെ വിളിച്ചൊന്ന് എണീച്ച് വരുമ്പോഴത്തേക്ക് അവൻ ഏകദേശം എന്നോട് ദേഷ്യമായിരുന്നു. അവൻ എണീച്ച് വരണമെങ്കിൽ എനിക്ക് 2 ചവിട്ടും കുത്തൊക്കെ തന്നിട്ടേ അവൻ എണീക്കും. അത് കഴിഞ്ഞ് ഞാൻ ചെക്കനെ ഒരുക്കി കേട്ടോ. അവനെ ഒരുക്കി നല്ല കുട്ടിയായിട്ട് നമ്മൾ സ്കൂളിലേക്ക് പോകേണ്ട കാര്യം നോക്കുകയാണ്. ഏട്ടൻ വേഗം റെഡിയായി. ഫസ്റ്റ് ഏട്ടൻ തന്നെ റെഡിയായി. അത് കഴിഞ്ഞാണ് പിന്നെ അവൻ എന്നോട് ദേഷ്യത്തിലായിരുന്നു. അങ്ങനെ അവൻ ദേഷ്യത്തിലായതുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കില്ല, അമ്മമ്മേൻ്റെ കൂടെ മാത്രമേ നിൽക്കുള്ളൂ. അമ്മമ്മയാണ് അവൻ താരം. അങ്ങനെ ഞാനും ഏട്ടനും കൂടി പുറത്ത് പോയി നിന്നു. ഏട്ടൻ വണ്ടി സ്റ്റാർട്ടാക്കി. അമ്മ കൊച്ചിനെയും കൊണ്ട് മെല്ലെ വന്നു. അമ്മ വന്ന് എന്നോട് കെറിവിച്ചിരിക്കുമായിരുന്നു. എന്നോട് ദേഷ്യത്തിലായിരുന്നു പുള്ളിക്കാരൻ. നമ്മൾ സ്കൂളിലേക്ക് പോയിട്ട് വേണം എനിക്ക് പോകാൻ. ഏട്ടൻ സ്കൂളിലേക്ക് ഉണ്ടാക്കും, ഞാനും ഉണ്ട്. നമ്മൾ 3 പേരും പോയി. ടാഗോർ സ്കൂളിലാണ്. അവിടുത്തെ സ്കൂൾ വണ്ടി കയറിക്കൊണ്ടിരിക്കുവായിരുന്നു. അവിടുന്ന് ഞാൻ അവിടുന്ന് ആയ ഉണ്ടായിരുന്നു കേട്ടോ. LKG UKG പിള്ളേർക്ക് ആയമാരുണ്ട്. അപ്പം അങ്ങനെ ആയേൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ എന്ത് ചെയ്താലും അവൻ പോവുകയില്ല. ആയേനെ ഭയങ്കര ഭയങ്കര മതി. ഇന്നത്തെ ദിവസം എന്താണെന്നറിയില്ല. അവനങ്ങനെ യാതൊരു പ്രശ്നമുള്ള ചെക്കനല്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ പറഞ്ഞു തള്ളി പറഞ്ഞു അയച്ചു അവനെ.
എൻ്റെ കൂടെ തന്നെ തിരിച്ചു പോരുമായിരുന്നു. അങ്ങനെ വിട്ടു, ടാറ്റ പറഞ്ഞു. അങ്ങനെ സ്നേഹത്തോടെ എന്നല്ല, അത്ര ഒരു ഇതുണ്ടായില്ല. ഞാനും തിരിച്ചു എനിക്ക് വീട്ടുകാരൻ നിൽക്കുന്നു. പക്ഷേ എൻ്റെ മോൻ കാരണം എനിക്ക് കറക്റ്റ് ടൈമിൽ എപ്പോഴും എത്താൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ സ്കൂളിൽ നിന്ന് വീണ്ടും വിട്ടു. അവനാണെങ്കിൽ ഇനി എൻ്റെ ജോലി സ്ഥലത്തേക്ക് ഞാൻ വരുമ്പം കാണിക്കാം. അവനെ എവിടെയാക്കി സങ്കടമായിരുന്നു, ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാണ്ട് ഞാൻ പണിയെടുക്കുന്ന രാജ്യത്തിലും അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടെ തന്നെ എൻ്റെ നാട്ടിൽ എപ്പോഴും ഇനി എങ്ങനെയാണ് വിടരുത്, ഒരു ബായി ഒക്കെ തന്ന്. അപ്പം അവിടുത്തെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഇപ്പം ഇറങ്ങി ബാക്കി ഞാൻ അപ്പോൾ കടേൻ്റെ ഉള്ളിൽ ഇതാണ് കേട്ടോ എൻ്റെ കട. ഞാൻ നൈസായിട്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം എല്ലാവർക്കും ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം. അപ്പം ചേച്ചിയാണിത് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, പിന്നെ കാണാം കേട്ടോ. ഓക്കെ.